നമസ്കാരം. എയ്ഡഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശമ്പള നിർണയത്തിൽ ഏറെ പ്രയോജനം ലഭിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ഉത്തരവ് ജിയോ 117/2026 തീയതി 8/7/2026. ഒരു വർഷം മുമ്പേ സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് ഈ പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഉത്തരവ് നമ്പർ 4201/2025 തീയതി 25/6/2025. ഈ രണ്ട് ഉത്തരവുകളും സ്ക്രീനിലും അതോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷനിലുള്ള ലിങ്കിലും ലഭ്യമാണ്. സർക്കാർ സ്കൂളുകളിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകരായി നിയമനം ലഭിക്കുന്നതിന് മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചവർക്ക് അവരുടെ ഹയർ സെക്കൻഡറി സ്കൂൾ സർവീസും കൂടി പരിഗണിച്ച് HSA തസ്തികയിൽ അർഹമായ സമയബന്ധിത ഹയർ ഗ്രേഡുകളും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ HM തസ്തികയിൽ ശമ്പള നിർണയവും അനുവദിച്ചുകൊണ്ടാണ് ജിയോ 4201/2025 25/6/2025 ഉത്തരവ്. ഇപ്പോൾ ഇതിൻ്റെ പ്രയോജനം എയ്ഡഡ് സ്കൂളുകാർക്കും ബാധകമാക്കി. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്ക് ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലെ അവരുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ HM തസ്തികയിലേക്ക് നിയമനം നൽകിയിരുന്നു. ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് ഹൈസ്കൂൾ അധ്യാപക അല്ലെങ്കിൽ പ്രധാന അധ്യാപക തസ്തികകളിലെ സമയബന്ധിത ഹയർ ഗ്രേഡുകൾ നേരത്തെ അനുവദിച്ചിരുന്നില്ല. ഹൈസ്കൂൾ അധ്യാപകരായി ജോലി ചെയ്തു വരവേ ഇവർ ഹയർ സെക്കൻഡറി അധ്യാപകരായി നിയമിതരായതിനാൽ ഇവരുടെ തുടർച്ചയായ സർവീസിന് ഭംഗം വന്നതിനാലാണ് അധ്യാപക അല്ലെങ്കിൽ പ്രധാന അധ്യാപക തസ്തികകളിലെ സമയബന്ധിത ഹയർ ഗ്രേഡുകൾ ഇവർക്ക് ലഭ്യമാകാതിരുന്നത്. ഇങ്ങനെയുള്ള പ്രധാന അധ്യാപക തസ്തികകളിലെ സമയബന്ധിത ഹയർ ഗ്രേഡുകൾ ലഭിക്കാത്തത് മൂലം ഇങ്ങനെയുള്ളവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടായി. ജിയോ 11/2021 പൊതുവിദ്യാഭ്യാസം തീയതി 11/1/2021 ഉത്തരവ് പ്രകാരം ഈ കൂട്ടർക്ക് ഹയർ സെക്കൻഡറി വകുപ്പിലെ സർവീസും കൂടി പരിഗണിച്ച് 22 അല്ലെങ്കിൽ 27 വർഷത്തെ സമയബന്ധിത ഹയർ ഗ്രേഡ് അനുവദിച്ച് ഉത്തരവായിരുന്നു. എന്നാൽ ഈ ഉത്തരവിൽ 8-15 വർഷത്തെ ഹയർ ഗ്രേഡ് അനുവദിക്കുന്നത് സംബന്ധിച്ച് പരാമർശം ഇല്ലായിരുന്നു. HSA ആയിരിക്കവേ ഹയർ സെക്കൻഡറി വകുപ്പിൽ ബൈ ട്രാൻസ്ഫർ മുഖേന HSST തസ്തികയിലേക്ക് ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിക്കുകയും തുടർന്ന് HSA തസ്തികയിലെ ലീൻ പരിഗണിച്ച് HM പ്രൊമോഷൻ ലഭിച്ച ഒരു അധ്യാപകന് ഹയർ സെക്കൻഡറി വകുപ്പിലേക്ക് നിയമനം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് ശമ്പളം കിട്ടുമായിരുന്നു എന്ന് കണക്കാക്കി സാങ്കല്പിക ഇൻക്രിമെൻറ്റുകളും ശമ്പള പരിഷ്കരണങ്ങൾ എന്നിവ അനുവദിച്ചു വരികയും അപ്രകാരം HM പ്രൊമോഷൻ ലഭിച്ച അവസരത്തിൽ എത്തിച്ചേർന്ന അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് KSR പാർട്ട് 1 റൂള് 28A പ്രകാരമുള്ള ഫിക്സേഷൻ ആനുകൂല്യത്തോടെയാണ് HM തസ്തികയിലെ ശമ്പള നിർണയം അനുവദിക്കേണ്ടത്. സാധാരണയായി എൻട്രി തസ്തിക അടിസ്ഥാനമാക്കിയാണ് സമയബന്ധിത ഹയർ ഗ്രേഡുകൾ അനുവദിക്കുന്നത്. ഹെഡ് മാസ്റ്റർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചവർക്ക് ഹയർ സെക്കൻഡറി വകുപ്പിൽ ലഭ്യമായ ഇൻക്രിമെൻറ്റുകൾ, അവരുടെ ഗ്രേഡ്, ശമ്പള സ്കെയിലുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ HM നിയമനം ലഭിക്കുന്ന അവസരത്തിലെ ശമ്പള നിർണയത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. HSA തസ്തികയിൽ നോഷണലായി ഇൻക്രിമെൻ്റ് അനുവദിച്ച HM തസ്തികയിലെ ശമ്പള നിർണയം അനുവദിക്കുന്നതിനാലും HSA തസ്തികയിൽ അർഹമായ ഗ്രേഡുകൾ അനുവദിക്കുമ്പോൾ എൻട്രി തസ്തികയിൽ നോഷണലായി നൽകിയ സേവന ആനുകൂല്യങ്ങൾ മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അതിനാൽ ഇത്തരക്കാർക്ക് നോഷണൽ ശമ്പള നിർണയം അനുവദിക്കുന്ന അവസരത്തിൽ നിർദ്ദിഷ്ട വർഷ യോഗ്യത സേവന കാലയളവുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അർഹമായ സമയബന്ധിത ഹയർ ഗ്രേഡുകൾ കൂടി സാങ്കല്പികമായി ലഭിക്കേണ്ടതാണ്. HST സേവന കാലയളവ് HSA തസ്തികയിലെ സേവനമായി കണക്കാക്കി നോഷണലായി സമയബന്ധിത ഹയർ ഗ്രേഡുകൾ അനുവദിക്കുന്നതിനാൽ ഈ കാലയളവ്
HM തസ്തികയിലെ ഹയർ ഗ്രേഡിന് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ HSSC തസ്തികയിൽ തുടർന്നുള്ള ഗ്രേഡുകൾക്ക് ഈ കാലയളവ് പരിഗണിക്കത്തില്ല, അനുവദിക്കുന്നുമല്ല. ചുരുക്കത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ തസ്തികയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചവർക്ക് അവരുടെ ഹയർ സെക്കൻഡറി സ്കൂൾ സർവീസും കൂടി പരിഗണിച്ച് HSA തസ്തികയിൽ അർഹമായ സമയബന്ധിത ഹയർ ഗ്രേഡുകളും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ HM തസ്തികയിൽ ശമ്പള നിർണയവും അനുവദിച്ചാണ് ഈ 2 ഉത്തരവുകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. താങ്ക് യു.